വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. വിദ്വേഷ പരാമർശങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കുന്ന പരാമർശങ്ങൾ ഒഴിവാക്കാനാണ് നിർദ്ദേശം. ബിജെപിയുടെയും കോൺഗ്രസിന്റെയും അധ്യക്ഷന്മാർക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയത്. തെരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വിദ്വേഷ പരാമർശങ്ങൾക്കെതിരെ നിരവധി പരാതികൾ വന്നെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതൊന്നും കണ്ടില്ല എന്ന് നടിക്കുകയായിരുന്നു. തുടർന്നാണ് രാഷ്ട്രീയ കക്ഷികൾക്ക് പൊതുവിൽ എന്ന തരത്തിൽ ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ജിൽബി തോംസൺ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണങ്ങളിൽ കടുത്ത വർഗീയ പരാമർശങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. മോദിക്കെതിരെ തെളിവുകൾ സഹിതം പരാതി ലഭിച്ചിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കാൻ തയ്യാറായിരുന്നില്ല. അതിനാൽ തന്നെ മോദി വീണ്ടും വിദ്വേഷ പരാമർശങ്ങൾ ആവർത്തിക്കുകയാണ് ചെയ്തത്. കോൺഗ്രസും മറ്റു പ്രതിപക്ഷ പാർട്ടികളും പലതവണ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദ്വേഷ പരാമർശങ്ങളിൽ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സർക്കാരിനെതിരെ വ്യാജ പ്രചരണം നടത്തുന്നുവെന്ന് ആരോപിച്ച് രാഹുൽ ഗാന്ധിക്കെതിരെയും ബിജെപി പരാതി നൽകിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇരു പാർട്ടികളോടും വിശദീകരണം തേടുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇരു പാർട്ടികൾക്കും നിർദ്ദേശവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. അതായത് മത സാമൂഹിക ധ്രുവീകരണം ഒഴിവാക്കാൻ ഇരു പാർട്ടികളുടെയും അധ്യക്ഷന്മാരോട്, അതായത് JB നദ്ദയോടും മല്ലികാർജുൻ ഖാർഗെയോടും കമ്മീഷൻ ആവശ്യപ്പെട്ടു. സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കുന്ന പരാമർശങ്ങൾ ഒഴിവാക്കാൻ താരപ്രചാരകരോട് നിർദ്ദേശിക്കണമെന്ന് BJPയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഭരണഘടന തകർക്കപ്പെടുമെന്ന തെറ്റായ പ്രചരണം ഒഴിവാക്കണമെന്ന് കോൺഗ്രസിനോടും കമ്മീഷൻ അല്ലെങ്കിൽ അവരുടെ താരപ്രചാരകരോട് നിർദ്ദേശിക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു. സൈന്യത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കരുതെന്നും കോൺഗ്രസിനോട് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് പരാതികൾ പലതവണ ലഭിച്ചിട്ടും നടപടിയെടുക്കാത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രധാനമന്ത്രിയുടെ പേര് ഒരിടത്തും പരാമർശിക്കാതെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ വെള്ളപൂശാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് കോൺഗ്രസിനെ കൂടി ഈ കൂട്ടെ ചേർത്തുകൊണ്ട് ഒരു പൊതുമാർഗനിർദ്ദേശം നൽകിക്കൊണ്ടാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈ കഴുകാൻ ശ്രമിച്ചിരിക്കുന്നത്.